അധികാര തർക്കത്തിൽ ആടി ഉലഞ്ഞ് കേരള സർവകലാശാല ഡിജിറ്റൽ ഫയലിംഗ് സിസ്റ്റം പൂർണ്ണ നിയന്ത്രണത്തിലാക്കാനുള്ള വിസിയുടെ നീക്കം പാളി. ഈ ഫയലിംഗ് സിസ്റ്റത്തിന്റെ ചുമതല ഡിജിറ്റൽ സർവകലാശാലയ്ക്ക് നൽകാനാണ് വിസിയുടെ പുതിയ തന്ത്രം. കരാർ ഒപ്പിട്ടത് കെൽട്രോൺ ആണെന്നും അനുമതി വാങ്ങണമെന്നുമാണ് സർവീസ് പ്രൊവൈഡർമാരുടെ നിലപാട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഹാൻസ് ജോൺ നമുക്കൊപ്പം ചേരുകയാണ്. ഹാൻസ്, കസേരകളി തുടർന്നുകൊണ്ടേയിരിക്കുമ്പോൾ ഇപ്പോൾ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കപ്പെടുകയാണ്. ഇതിനെല്ലാം ഇടയിൽ പെടുന്നത് സാധാരണക്കാരായ വിദ്യാർത്ഥികളും കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സർവകലാശാല സംവിധാനവുമാണ്. തീർച്ചയായും പിന്നിൽ ഇതിനോടകം തന്നെ കേരള സർവകലാശാലയിലെ ഭരണപ്രതിസന്ധി രൂക്ഷമായിട്ടുണ്ട്. ഫയലുകൾ കെട്ടിക്കിടക്കുന്നു എന്നുള്ളൊരു പ്രാഥമിക നിഗമനത്തിൽ തന്നെയാണ് നമ്മളുള്ളത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ മോഹനൻ കുന്നുമേൽ രംഗത്തെത്തിയിരിക്കുന്നത്. ഇന്നലെയാണ് ഇത്തരത്തിൽ ഈ ഫയലിംഗ് സിസ്റ്റത്തിൻ്റെ അധികാരം പൂർണ്ണമായി തനിക്ക് വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വൈസ് ചാൻസലർ ഈ സർവീസ് പ്രൊവൈഡർക്ക് കത്തയക്കുന്നത്. ഈ കത്തിൽ പ്രധാനമായും പറഞ്ഞിരുന്നത് സൂപ്പർ അഡ്മിൻ ആക്സസ് മുഴുവനായി തനിക്ക് വേണം. അതിനോടൊപ്പം തന്നെ നിലവിൽ അഡ്മിൻ അധികാരമുള്ള നോഡൽ ഓഫീസർമാരുടെ അധികാരം പൂർണ്ണമായി വിച്ഛേദിക്കണമെന്നുമാണ് വൈസ് ചാൻസലർ ആവശ്യപ്പെട്ടത്. തിരുവനന്തപുരം ടെക്നോ പാർക്കിലെ ഒരു സ്വകാര്യ സ്ഥാപനമാണ് ഈ സർവീസ് പ്രൊവൈഡറായി പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇവർ ഈ ആവശ്യം നിരാകരിച്ചു. അതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി അവർ പറഞ്ഞു. സർവകലാശാല കരാർ ഒപ്പിട്ടിരിക്കുന്നത് കെൽട്രോണുമായിട്ടാണ്. അതുകൊണ്ട് തന്നെ കെൽട്രോണിൻ്റെ അനുമതി തന്നാൽ മാത്രമേ, കെൽട്രോൺ അനുമതി നൽകിയാൽ മാത്രമേ ഈ ആവശ്യം അംഗീകരിക്കാൻ കഴിയൂ എന്നുള്ള നിലപാടിലാണ് സർവീസ് പ്രൊവൈഡർ ഉണ്ടായത്. പക്ഷേ നമുക്കറിയാവുന്നതുപോലെ സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ഒരു സ്ഥാപനമാണ് കെൽട്രോൺ. അതുകൊണ്ട് തന്നെ തനിക്ക് അവിടെ നിന്ന് അനുമതി ലഭിക്കില്ല എന്ന് കണ്ടുകൊണ്ടാണ് ഇപ്പോൾ പുതിയൊരു നീക്കത്തിലേക്ക് വൈസ് ചാൻസലർ കടന്നിരിക്കുന്നത്. ഡിജിറ്റൽ സർവകലാശാലയ്ക്ക് ഈ ഫയലിംഗ് സിസ്റ്റത്തിൻ്റെ അധികാരം നൽകാനുള്ള, അല്ലെങ്കിൽ ആ കരാറ് ഡിജിറ്റൽ സർവകലാശാലയ്ക്ക് നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ മോഹനൻ കുന്നുമേൽ കടന്നിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഡിജിറ്റൽ സർവകലാശാലയുടെ വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസ് ആണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഈ കരാറ് ഡിജിറ്റൽ സർവകലാശാലയ്ക്ക് നൽകിക്കഴിഞ്ഞാൽ വീണ്ടും വലിയൊരു രാഷ്ട്രീയ നിയമ പോരാട്ടത്തിന് സംസ്ഥാനത്തിൽ വഴിവെക്കും. അതിനോടൊപ്പം തന്നെ ഇതിനെ വലിയ രീതിയിൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പ്രതിരോധിക്കുന്ന നീക്കത്തിലേക്ക് കാര്യങ്ങൾ കടക്കുകയും ചെയ്യും. പക്ഷേ അതിനോടൊപ്പം തന്നെ അപ്പോഴാണ് ഒരു പ്രതിരോധം നിൽക്കുന്നത്. കാരണം കെൽട്രോൺ, സംസ്ഥാന സർക്കാരിന്റെ സ്ഥാപനമായിട്ടുള്ള കെൽട്രോൺ ആണ് ഈ കരാർ ഒപ്പിട്ടിട്ടുള്ളത്. അപ്പോൾ അനുമതി വാങ്ങേണ്ടതും കെൽട്രോൺ ആണ് എന്നുള്ളതാണ് സർവീസ് പ്രൊവൈഡർമാരുടെ നിലപാട്. ഇപ്പോൾ പല നീക്കങ്ങളും തന്ത്രങ്ങളും നടക്കുകയാണ്. വിദ്യാർത്ഥികളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട ഫയലുകൾ എങ്ങനെ നീങ്ങുമെന്ന ചോദ്യത്തിന് സർവകലാശാല അധികൃതർക്ക് ഉത്തരം ഇല്ല. ഹാൻസ് ജോൺ ആണ് വിവരങ്ങൾ നൽകിയത്.